മലപ്പുറത്ത് +1 സീറ്റ് പ്രതിസന്ധി ഇല്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. വിഷയം നിയമസഭയിൽ ഉന്നയിച്ചത് എൻ ഷംസുദ്ദീൻ ലീഗിന്റെ MLA ആണ്. അദ്ദേഹം ഇപ്പോൾ ചില കണക്കുകൾ പറയുകയാണ്. അതിലേക്ക് 31,000 കുട്ടികൾ മലബാറിലെ 6 ജില്ലകളിലാണ്. അവിടെ 1,00,000-ഓളം കുട്ടികൾക്കാണ് സർ പഠിക്കാൻ ഇപ്പോൾ സീറ്റില്ലാത്തത്. ഇത് ക്രൂരമായ വിവേചനമാണ്. 2021 LDF-ന്റെ പ്രകടന പത്രിക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഈ സീറ്റുകളുടെ കുറവില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറയേണ്ട കാര്യമില്ലല്ലോ. മലബാറിലെ സീറ്റ് കുറവ് ക്ഷാമം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പരിഹരിക്കും. 2021 ശേഷം 3 കൊല്ലം പിന്നിടുന്നു. നിങ്ങളത് പരിശോധിച്ചോ? മന്ത്രി പറഞ്ഞു, ഇത് കഴിഞ്ഞ കാലങ്ങളിൽ പറയാറുള്ളതാണ്, സീറ്റിന്റെ കുറവില്ലാന്ന്. നിങ്ങൾ നിയമിച്ച കാർത്തികേയൻ കമ്മിറ്റി, ആ റിപ്പോർട്ട് എവിടെ? ആ റിപ്പോർട്ട് നിയമസഭയിൽ വെക്കി. കഴിഞ്ഞ 2023 കാർത്തികേയൻ കമ്മിറ്റി ഇങ്ങനെ +2 സീറ്റുകളുടെ കുറവുണ്ടോ മലബാറിൽ എന്ന് പരിശോധിച്ചു. കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട്. മലപ്പുറത്ത് കുറവുണ്ട്, പാലക്കാട് കുറവുണ്ട്, അതുപോലെ കണ്ണൂരിൽ കുറവുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാസർഗോഡ് ഉൾപ്പെടെ വയനാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ കുറവുണ്ട്. 150 അഡീഷണൽ ബാച്ച്. ഞങ്ങൾ അതിനോട് പൂർണ്ണമായി യോജിക്കുന്നില്ല. എങ്കിൽ പോലും കാർത്തികേയൻ കമ്മിറ്റിയിൽ എന്താ പറഞ്ഞത്? 150 അഡീഷണൽ ബാച്ചുകൾ അനുവദിക്കണം. അനുവദിച്ചോ? നിങ്ങൾ പൂഴ്ത്തിവെച്ചില്ലേ? പിന്നെ ഇനി ഞാൻ ഈ സംസ്ഥാന തലത്തിലുള്ള അന്തരങ്ങൾ പറഞ്ഞ് തെക്കും വടക്കും ഒരു പ്രശ്നം ഉണ്ടാക്കലൊന്നും ഞങ്ങളെ ലക്ഷ്യമില്ലാത്തതുകൊണ്ട് ഞാനത് പർവ്വതീകരിച്ച് പറയുന്നില്ല. അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, തെക്കൻ ജില്ലകളിൽ 20ഉം 10ഉം കുട്ടികൾ പഠിക്കുന്ന +2 ബാച്ചുകൾ ഉണ്ട്. അത് റീഅറേഞ്ച് ചെയ്യണം, അത് വടക്കോട്ട് കൊടുക്കണം. അത് ഞങ്ങൾ ഇനി പറഞ്ഞിട്ട് തെക്കും വടക്കും തമ്മിൽ കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവേണ്ട, സീറ്റ് അവിടെ നിന്നോട്ടെ. പക്ഷേ ഇത് പരിഹരിക്കണ്ടേ? അതിനുള്ള മാന്യത ഞങ്ങൾ കാണിക്കുകയാണ്. സത്യത്തിൽ എന്താ വേണ്ടത്? 10 കുട്ടികളുടെ ബാച്ച് എടുത്തിട്ട് മലബാറിലേക്ക് കൊടുക്കണമെന്ന് പറയാം. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒരു വാദം ഉണ്ടാക്കിയിട്ട് ആ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് പോകണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ അത് പറയാത്തത്. പക്ഷേ മലബാറിലെ സീറ്റ് ക്ഷാമം പരിഹരിക്കേണ്ട സാർ. വിദ്യാഭ്യാസം ഇന്ന് അവകാശമാണ്. എന്താ അവകാശം? ഇന്ന് സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ -2 മുതൽ +2 വരെയാണ് സാർ. ആ -2 മുതൽ +2 വരെ കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ +2 അവന്റെ പഠനം നമ്മൾ മുടക്കുകയാണ്. അത് വിദ്യാഭ്യാസ അവകാശത്തിന്റെ ലംഘനമാണ്. അതിന് ഈ ജാതി കണക്കുകൾ പറഞ്ഞ് ആ മുടക്കലിനെ ന്യായീകരിച്ചാൽ അത് ഒരു കാരണവശാലും അംഗീകരിച്ചു തരാൻ കഴിയില്ല സർ. ഇവിടെ മലബാറിൽ 1,00,000-ഓളം വിദ്യാർത്ഥികൾ ഇന്ന് പ്രയാസത്തിൽ തന്നെയാണ്. ഇന്നലെ ചില ചാനലുകളിൽ കാണിച്ചല്ലോ, ചില കുട്ടികളെ ഫുൾ A+. ഞാൻ ഈ പറഞ്ഞ പോലെ നാട്ടിലെ സ്കൂള്, പഠിച്ച സ്കൂള്, സ്വന്തം പഞ്ചായത്ത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നിട്ടില്ല, സെക്കൻഡിൽ വരുമെന്ന് തോന്നുന്നില്ല. അപ്പോ ഇവിടെ വളരെ വലിയ പ്രതിസന്ധികളുണ്ട്. എന്താ ഈ പ്രതിസന്ധിയുടെ തുടക്കം എവിടെയെന്ന് അറിയുന്നത്? ഈ പ്രതിസന്ധിയുടെ തുടക്കം 998 കേരളം പൂർണ്ണമായും +2 മാറിയത്. അന്ന് ബാച്ചുകൾ അനുവദിച്ചപ്പോ വടക്കൻ ജില്ലകളിൽ തെക്കൻ ജില്ലകളിൽ അനുവദിച്ചതിന്റെ പകുതിയാണ് തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ട് കൊടുത്തത്. പിന്നീട് വന്ന LDF സർക്കാരുകൾ അതിൽ കാര്യമായൊന്നും ചെയ്തില്ല. UDF സർക്കാരുകൾ ആ അന്തരം പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 1400 ബാച്ചുകൾ അനുവദിച്ചു. അതുവഴി ഇല്ല മലബാറിൽ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. പക്ഷേ കണക്കുകൾ സഹിതം അതിലെ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ലീഗ് MLA എൻ ഷംസുദ്ദീൻ.